ഹലോ ഹായ്. ഫുൾ ഇൻറ്റീരിയൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് മൊത്തം ഫ്രെയിം അടിച്ചിട്ടേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കിഡ്സിനുള്ളൊരു ബെഡ്റൂം. അവർക്ക് പഠിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളിവിടെ ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡ് ഗ്ലാസ്സൊക്കെ കൊടുത്ത് അവർക്ക് ഇന്ന് പ്രകൃതിയൊക്കെ ഒന്ന് കാണാൻ കണ്ടുകൊണ്ടിരുന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഇവിടെ മഴയൊക്കെ ഇങ്ങനെ പെയ്ത് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ് ഇവിടെ കാണാൻ. സൈഡ് മൊത്തം ഏലമാണ്. ഭായിമാരാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഒരു ഹൈ സ്പീഡാണ്. ഫ്രെയിം അടിച്ച് തീർന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാ മുറികളുടെ ഫ്രെയിം അടിച്ച് തീർത്തു. ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ വർക്കും കൂടി നടക്കുന്നുണ്ട്. അവരുടെ പണി ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇതാകെല്ലാം കുറവായി കിടക്കുക. ഇവിടെ ഇങ്ങനെ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണുള്ള. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന സ്റ്റീലിൻ്റെ സ്റ്റെയറാണ്. ഇതും ഭായിമാർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ആണ് താഴെ നോക്കുമ്പോഴുള്ള ഡൈനിങ്ങിൽ നോക്കുമ്പോഴുള്ള വ്യൂ. അതാണ് അടുത്ത ബെഡ്റൂം. അത് അതിൻ്റെ ഇൻറ്റീരിയലിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് വെക്കുക മൊത്തം. ഇത് ഓപ്പൺ കിച്ചണാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ അടുത്ത കിച്ചണും വർക്ക് ഏരിയ എല്ലാം കൂടി വേറെ ഒരെണ്ണം കൂടി ഇതിൻ്റെ അപ്പുറമുണ്ട്. ഇത് ഹോള്. ഇവിടെ എല്ലാം പാർട്ടീഷൻ ചെയ്യാനുള്ളതാണ്. ജിപ്സം സീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേപോലൊക്കെ എല്ലാവരും അടിച്ചെത്തിക്കാനുള്ളതാണ്. പ്ലംബിങ്ങിന് ഉള്ള ഐറ്റംസ് വന്ന് കിടക്കുന്നതാണ്. ഒരു പ്ലംബിങ് നാളെ മുതൽ തുടങ്ങും. ഇലക്ട്രിക്കൽ വർക്ക് ഇവിടം വരെ എത്തി. പകുതി ദിവസം പണിക്കാർ വരാറുള്ളൂ. എല്ലാ ദിവസന്മാരില്ല. പല സൈറ്റിൽ അവർക്ക് പണി പിടിച്ച് വെച്ചേക്കുന്നുണ്ട്. അവർ ഓടി എത്തുന്നില്ലെന്ന് അവർ പറയുന്നത്. പിന്നെ ഇവർ ഇൻറ്റീരിയൽ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ ബാക്കി വയറെല്ലാം വലിച്ച് ഇതവണക്കാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വീട് പണി എവിടം വരെ ആയി എന്ന് ചോദിക്കുന്ന എല്ലാവരോടും ഇങ്ങനത്തെ ഈ സ്റ്റേജിലായിട്ട് നിൽക്കുന്നത്. വർക്കുകൾ ചെറുതായിട്ടിങ്ങനെ നടക്കുന്നുണ്ട്. ലേബേഴ്സിൻ്റെ പ്രോബ്ലമാണ് പെട്ടെന്ന് തീരാത്തത്.